സദൃശവാക്യങ്ങൾ 9 പാപത്തിന്റെ വഞ്ചനാപരമായ വശീകരണത്തെക്കുറിച്ചും വിഡ്ഢിത്തമായ തിരഞ്ഞെടുപ്പുകളുടെ ആത്യന്തികമായ അനന്തരഫലങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്നു. മോഷ്ടിച്ച വെള്ളം മധുരമാണ്, രഹസ്യമായി കഴിക്കുന്ന അപ്പം സുഖകരമാണ്, പക്ഷേ മരിച്ചവർ അവിടെ ഉണ്ടെന്നും അവളുടെ അതിഥികൾ നരകത്തിന്റെ ആഴത്തിലാണെന്നും അവനയുന്നില്ല. മോഷ്ടിച്ച വെള്ളം, രഹസ്യമായി ഭക്ഷിക്കുന്ന അപ്പം എന്നിവയുടെ ചിത്രങ്ങൾ വിലക്കപ്പെട്ട പ്രവർത്തനങ്ങളുടെ വശീകരണ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. പാപം പലപ്പോഴും മധുരവും ആവേശകരവും നിരുപദ്രവകരവുമായി മാറുന്നു. രഹസ്യസ്വഭാവം അതിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. ഇത് മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള ആഴമേറിയ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിനും സംതൃപ്തിക്കും വേണ്ടി നാം പലപ്പോഴും നിരോധിക്കപ്പെട്ടവയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും 18 വാക്യം ഈ മിഥ്യയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരമായ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നു. അത്തരം പ്രലോഭനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾ മാരകമായ അനന്തരഫലങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. മരിച്ചവരും നരകത്തിന്റെ ആഴത്തിലുള്ള അതിഥികളും പാപത്താൽ നശിപ്പിച്ച എണ്ണമറ്റ ജീവിതങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. തങ്ങൾ ആനന്ദം തേടുകയാണെന്ന് കരുതി പകരം ആത്മീയ നാശത്തിലും ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലും കുടുങ്ങിപ്പോയവർ. ഈ മുന്നറിയിപ്പ് സദൃശവാക്യങ്ങൾ 9 വിശാലമായ സന്ദർഭത്തിന്റെ ഭാഗമാണ്. ജ്ഞാനവും ഭോഷത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനം നമ്മെ ജീവിതത്തിലേക്കും വിവേകത്തിലേക്കും നയിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, വിഡ്ഢിത്തം നാശത്തിലേക്ക് നയിക്കുന്ന താൽക്കാലിക ആനന്ദങ്ങളാൽ വഞ്ചിക്കുന്നു. സന്ദേശം വ്യക്തമാണ്: പാപത്തിന്റെ താൽക്കാലിക മാധുര്യത്താൽ വഞ്ചിതരാകരുത്. ഇപ്പോൾ സുഖകരവും നിരുപദ്രവകരവുമാണെന്ന് തോന്നുന്നത് വിനാശകരവും ശാശ്വതവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പകരം ജീവിതത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ജ്ഞാനവും സ്വയം അച്ചടക്കവും ദൈവത്തിന്റെ സത്യവുമായുള്ള യോജിപ്പും തേടുക. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.